കർമ്മ ഡയറക്ടഡ് ബൈ ലീ ഷോ. ഈ ഒരു വെബ് സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ദി ബെസ്റ്റ് എന്ന് അവകാശപ്പെടാൻ പറ്റിയ ഒരു അന്യായ സാധനമാണ് കർമ്മ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ്. പക്ഷെ ഇതൊരു മീഡിയം സ്പീഡിൽ മാത്രമേ ഒരു വെബ് സീരീസ് പോകുന്നുള്ളൂ. നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ സമയത്ത് ഇതാണ് ഞാൻ ഇതിന് മുന്നേ അഡോളസെൻസ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെബ് സീരീസ് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതൊരു ഒരു 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 സ്ലോ പേസിൽ അല്ലെങ്കിൽ മീഡിയം പേസിലാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഈ ഒരു വെബ് സീരീസ് അത്രയും സ്ലോ ആയിട്ടല്ല പോണത്. ബട്ട് സ്റ്റിൽ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചടപടയച്ചിട്ട് പറഞ്ഞു പോകുന്ന ഒരു സംഭവം ഈ ഒരു വെബ് സീരീസിലില്ല. പക്ഷെ അത് ഒരിക്കലും നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട വെബ് സീരീസുകളിൽ ഗംഭീരമായിട്ട് എഴുതി വെച്ചൊരു വെബ് സീരീസ് ആണ് കർമ്മ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കൊറിയൻ വെബ് സീരീസ് ആണ്. അപ്പൊ അത് നെറ്റ്ഫ്ലിക്സിലാണ് ഉള്ളതും. അപ്പൊ ഈ ഒരു വെബ് സീരീസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു മീഡിയം സ്പീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടി വരും. എല്ലാന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. പക്ഷെ ഇത് ഈ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞ ഒരു ജേർണിയാണ്. നമ്മളെ ഒരു 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 ഇത് നായകനോ നായിക എന്നൊന്നും പറയാനോ ലീഡ് റോൾ എന്ന് പറയാനൊന്നുമില്ല. ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തും. അവരെ മറ്റെന്താ 5-6 ഭാഗത്തുള്ള, അതായത് വേറെ വേറെ ഒരു രാജ്യത്തിന്റെ വേറെ വേറെ സ്ഥലങ്ങളിലുള്ള പരസ്പരം അറിയാത്ത ക്യാരക്ടേഴ്സ് ആവും. പക്ഷെ അതപ്പോ നമ്മളിങ്ങനെ വിചാരിക്കും എന്തിനാണ് ഈ 5-6 ക്യാരക്ടേഴ്സിന്റെ കഥ പറയുന്നത്, ഇത് ഒരാളെ കഥ പറഞ്ഞാൽ പോലെ ഇങ്ങനെ വിചാരിക്കും. 3 എപ്പിസോഡ് വരെ. അതിൽ 4ാമത്തെ എപ്പിസോഡ് ഒരു റിവൈൻഡ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ട്. ആ ഒരു എപ്പിസോഡ് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതുവരെ കണ്ട എല്ലാ സംഭവം ഇവരെ കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഇതിന്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ഇട്ട് പേടിപ്പിച്ചിട്ട് നമ്മളെ ഇതാക്കണ ഒരു സംഭവം ഇല്ല. പക്ഷെ ഇതിന്റെ ആ ട്വിസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെ പോവാണ്. അതൊരു ഫ്ലാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വരയിൽ ഇങ്ങനെ പോവാണ്. അത് ട്വിസ്റ്റും ടേണും വരുമ്പോഴൊക്കെ നമ്മളെ നെഞ്ഞടിക്കുക, നമുക്ക് രോമാഞ്ചം വരും, അല്ലെങ്കിൽ നമ്മൾ അന്തം വിട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ വെബ് സീരീസ് ഇങ്ങനെ ഒരേ സ്പീഡിൽ ഇങ്ങനെ പോവാണ്. ഭയങ്കര എൻജോയ് ചെയ്തൊരു വെബ് സീരീസ് ആണ് കർമ്മ എന്ന് പറയുന്നത്. കാരണം ഒരു രീതിയിലും പ്രഡിക്റ്റബിൾ അല്ല. ഒരു കൊറിയൻ വെബ് സീരീസിന്റെ കളിയായതാണ്. ഇവര് ഹോളിവുഡിനായിട്ട് പിന്നെയും പിടിച്ചു നിൽക്കാനുള്ളത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആകെ ഉള്ളത് കൊറിയൻ മൂവീസ് ആൻഡ് വെബ് സീരീസ് ആണ്. അപ്പൊ ഈ കൊറിയൻ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഇതാണ് കാണാൻ. ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ഇപ്പോൾ അതിന്റെ ശേഷം കൊറിയൻ വെബ് സീരീസ് ആണ്. അപ്പൊ ഈ ഒരു വെബ് സീരീസ് ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ പെർഫോം ചെയ്യാനുള്ള അന്യായ സ്പേസ് ഈ വെബ് സീരീസിലുണ്ട്. അതുണ്ട് എന്നുള്ള മാത്രമല്ല, ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അഭിനയിച്ച് മറിക്കാനുള്ള ഒരു സംഭവം ഇതിലില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. അതിന് ഫാന്റസിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതില്. മനസ്സിലായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വെബ് സീരീസ് എടുക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അപ്പൊ ഇതിലെല്ലാവരും വന്നിട്ട് അന്യായ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൽ അവർ അഭിനയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, ടെക്നിക്കലി ഈ ഒരു വെബ് സീരീസ് ഗംഭീരാണ്. അന്യായ ഡയറക്ഷൻ ക്വാളിറ്റിയും. ആകെ ഒരു മീഡിയം സ്പീഡിലാണ് ഈ വെബ് സീരീസ് പോകുന്നത്. കാരണം ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുള്ളതല്ല. ഇത് മൊത്തത്തിൽ വളരെ ഒരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കർമ്മ എന്ന ഈ വെബ് സീരീസിന് വരാൻ, അത് ഒരാൾ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് ഈ ഒരു സംഭവം തിരിച്ചു കിട്ടും, എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു കിട്ടും എന്ന് ഒരു മെസ്സേജ് പോലെ വെക്കണ ഒരു വെബ് സീരീസ് ആണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരാൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ സംഭവം തിരിച്ചു കിട്ടുന്നത് ഭയങ്കര രസമാണ്. അപ്പോഴും ഇങ്ങനെ പോവാണ് വെബ് സീരീസ്, ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ എൻഗേജിങ് അല്ലാതെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകണം എന്നുള്ളതല്ല, അതല്ലാതെ എൻഗേജിങ് ആണെന്നതാണ്. മനസ്സിലായില്ലേ? കാരണം എനിക്ക് ഈ മീഡിയം സ്പീഡ് ഇങ്ങനെ മെല്ലനെ കഥ പറഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? പക്ഷെ അത് പോയിട്ട് ഒരു സ്ലോ പേസ് എന്നുള്ളത് മാറ്റി ഒരു ലാഗിലേക്ക് ഒരു സംഭവം തരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആവശ്യം. പക്ഷെ ഇത് സ്ലോ പേസ് അല്ല, ഇത് മീഡിയം പേസിൽ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഈവൻ ഇതൊരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് എനിക്ക് തോന്നണില്ല ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കുറെ ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു വെബ് സീരീസ് അല്ല ഇത്. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് പോകരുത്. ഇതൊരു സ്റ്റോറിയാണ്, ഒരു ഗംഭീരമായിട്ട് ഇവർ എഴുതി വെച്ച അന്യായ സ്റ്റോറി ഉള്ള ഒരു ടെക്നിക്കലി ഈ ഒരു സംഭവം ഗംഭീരമായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് ആണ് സാധനം. അത് ഞാൻ ഒരാൾ എടുത്ത് പറഞ്ഞില്ല, നിങ്ങളത് കണ്ട് മനസ്സിലാക്കേണ്ട സാധനം. അത് ഞാൻ എടുത്ത് പറയാത്തത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കർമ്മ എന്ന് പറഞ്ഞ വെബ് സീരീസ് ഒരു സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ, അത് പ്രത്യേക റിയലിസ്റ്റിക് സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വെബ് സീരീസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു എൻജോയ്മെന്റ് ഗംഭീരാവും. അപ്പൊ നിങ്ങൾ കർമ്മ എന്നുള്ള ഒരു വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. വിസൻ കാർസ് സൈനിങ് ഔട്ട്.